ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് ക്ലാസിക് സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ, ഇപ്പം പ്രത്യേകിച്ചും പുറകിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നത് സ്റ്റാൻഡേർഡിന് ഫ്രണ്ടിൽ ഡ്രം ബ്രേക്ക് വരുന്ന ടൈപ്പും ഈ വണ്ടികൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മളെ വണ്ടിയുടെ മൈലേജ് കുറയാന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നതാണ്, മൈലേജ് വളരെ കുറവാണ് എന്തുകൊണ്ടെന്നുള്ളത്. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വണ്ടി എന്തുകൊണ്ട് മൈലേജ് കുറയുന്നു എന്നുള്ളത്. നിങ്ങൾ ഈ ഒരു കംപ്ലയിൻറ്റ് കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പോയിട്ട് ടെസ്റ്റ് പ്രശ്നം പരിഹരിക്കുക. അതല്ലെങ്കിൽ വണ്ടി ഒരു 3-2 കുറയും മൈലേജ്. എന്തൊരു സംശയമില്ല, 3-2 മൈലേജ് കുറയും. അപ്പോൾ ഈ ഒരു വിഷയം ചെറുങ്ങനെ ഉണ്ടെങ്കിൽ, അപ്പം നിങ്ങളെ വണ്ടി പെട്ടെന്ന് മൈലേജ് കുറയുക, അതല്ലെങ്കിൽ എന്തെങ്കിലും പെട്രോൾ മുമ്പ് അടിച്ചമാതിരി വീണ്ടും അടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യുക. എന്നാൽ നിങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ആദ്യം ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി ന്യൂട്രലിടുക, സെൻറ്റർ സ്റ്റാൻഡ് ഇടുക. ഇതൊന്ന് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ നോക്കണം കേട്ടോ. ന്യൂട്രൽ ഇട്ടതിന് ശേഷം ഇത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ നോക്കണം. ഇതൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട, ബാക്കിൽ ഡിസ്ക് ബ്രേക്കാണ് വണ്ടിയെങ്കിൽ, ഇത് പുറകെ ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ്, ജസ്റ്റ് നല്ല പവറിലൊന്ന് ബ്രേക്ക് ചെയ്യുക, കാല് തിരിച്ചെടുക്കുക. ഇപ്പം നോക്കുക കറങ്ങുന്നുണ്ടോ. കറങ്ങുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് വണ്ടി വീല് ജാം ആവുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വരുമ്പോഴാണ് വണ്ടി ഫ്രീ ആവുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും വണ്ടിയുടെ മൈലേജ് 1/3 കുറയും. ഒരു സംശയവും വേണ്ട, 1/3 വണ്ടീൻ്റെ മൈലേജ് കുറയും. അതുമാതിരി തന്നെ ഫ്രണ്ടിലെ വീൽ നോക്കുക, അങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഫ്രണ്ടിൽ ബ്രേക്ക് കുറച്ച് നേരം നല്ല പവറിൽ പിടിക്കുക. ഇത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലെ ബ്രേക്കിന് പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം, സ്പാർക്ക് പ്ലഗ്. ഞാനിന്ന് വണ്ടിൻ്റെ സ്പാർക്ക് പ്ലഗ്, മെയിൻ സ്പാർക്ക് പ്ലഗ് M40 എന്ന് പറഞ്ഞൊരു സ്പാർക്ക് പ്ലഗ് വരുന്ന ഈ സ്പാർക്ക് പ്ലഗ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതിലെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, 2 പ്ലഗ് ഉണ്ട്. ചിൻ സ്പാർക്കിന് 2 പ്ലഗ് വരുന്നുണ്ട്. അപ്പോൾ അത് ചെറിയൊരു പ്ലഗ് വരുന്നുണ്ട്, M10 വരുന്നുണ്ട്, M14 വരുന്നുണ്ട്. അപ്പോൾ ഈ M14 ഈ മെയിൻ പ്ലഗ് വർക്ക് ചെയ്യാതെ നിന്നാൽ മറ്റേ പ്ലഗിൽ വണ്ടി ഓടും. ഇപ്പം മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയ പ്ലഗിൽ ചിലപ്പോൾ വണ്ടി ഓടും. വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല, ചെറിയ രീതിയിൽ ചെറിയൊരു വലിയ നമ്മൾ സ്ഥിരമായിട്ട് ഓടിക്കുന്ന സമയത്ത് വണ്ടി കംപ്ലയിൻ്റ് വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം ചെറിയ രീതിയിൽ പിക്കപ്പ് കുറയും. ആ സമയത്ത് 2 സ്പാർക്ക് പ്ലഗും വർക്ക് ചെയ്യണ്ടോ നോക്കുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ സ്വയം ടെസ്റ്റ് ചെയ്യാതിരിക്കേക്ക് നന്നാവുക. ഒരു വർക്ക്ഷോപ്പ് കൊണ്ട് കാണിക്കുക. അപ്പുറമുള്ള ചെറിയ സ്പാർക്ക് പ്ലഗിൻ്റെ കണക്ടർ ഒഴിവാക്കുക. അത് കാണുന്നുണ്ടാവും. ഇതാണ് ചെറിയ സ്പാർക്ക് പ്ലഗിൻ്റെ കേട്ടോ, M10 സ്പാർക്ക് പ്ലഗിൻ്റെ അഡാപ്റ്ററാണിത്. ഈ അഡാപ്റ്റർ അങ്ങ് ഊരിക്കളഞ്ഞാൽ ഇതിൽ വണ്ടിയിൽ സ്റ്റാർട്ടിങ്ങിൽ കറക്റ്റ് നിൽക്കുന്നുണ്ടോ നോക്കാൻ പറ്റും. അതല്ല എങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ പതുക്കെ ഒന്ന് ഊരി കൊടുത്തത്. ഇതിപ്പോൾ ഞാൻ അഡാപ്റ്റർ ഇട്ടിട്ടില്ല, ഇത് ഡയറക്റ്റ് കേബിളാണ് കേട്ടോ, അഡാപ്റ്റർ ഇട്ടിട്ടില്ല. ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു അഡാപ്റ്റർ മെല്ലെ ഊരുക. ഇപ്പോൾ വണ്ടിയിൽ വർക്കിംഗ് കാര്യമായിട്ട് മാറ്റം വരുന്നത് കാണാൻ പറ്റും നമുക്ക്. ഇത് പതുക്കെ കൈ കൊണ്ട് ഊരുന്ന വിധം നല്ലോണം ശ്രദ്ധിക്കണം. നല്ല ഷോക്ക് അടിക്കും, നല്ല അടിക്കും കേട്ടോ. അതുകൊണ്ട് ഇത് വർക്ക്ഷോപ്പിൽ പോയിട്ട് മാത്രം ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം അറിയുന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഇതൊന്ന് ഊരിയെടുത്തിട്ട് ഇങ്ങനെ ഊരുന്ന സമയത്ത് വണ്ടിക്ക് വർക്കിംഗ് നല്ല മാറ്റം വരുന്നതായിട്ട് കാണാം. രണ്ടാമത് ചെറുങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് വണ്ടി വർക്കിംഗ് ഒന്നുകൂടെ സ്മൂത്ത് ആകുന്നതായി കാണാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ സ്പാർക്ക് പ്ലഗ് വർക്ക് ചെയ്യുന്നുണ്ട്. അതല്ല എങ്കിലും നോക്കേണ്ട, സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മറ്റേ ഒരു സ്ക്രൂ ഡ്രൈവർ വല്ലതും എടുത്തിട്ട് മറ്റേ ആ സൈഡിലുള്ള സ്പാർക്ക് പ്ലഗ് മറ്റേ തട്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വണ്ടി നിൽക്കുന്നത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ 2 സ്പാർക്ക് പ്ലഗും കറക്റ്റായിട്ട് കറണ്ട് വരുന്നുണ്ട്. പ്ലഗ് മാറ്റിയതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വർക്ക്ഷോപ്പിൽ പോയി 2 സ്പാർക്ക് പ്ലഗിലും കറക്റ്റ് രീതിയിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഈ 2 സ്പാർക്കും കറക്റ്റ് കറണ്ട് വരുന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മൈലേജ് ഉണ്ടാവും. അതല്ല ഈ M10 ഈ വലിയ പ്ലഗിൽ കറണ്ട് വരാതെ മറ്റേത് മാത്രമാണ് കറണ്ട് വന്ന് വർക്ക് ചെയ്യുന്നതിന് വണ്ടീൻ്റെ മൈലേജ് കുറയും. അപ്പോൾ ഈ 2 കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ UC ചിൻ സ്പാർക്ക് വണ്ടിയിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നതാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മൈലേജ് മാറ്റം വരും. ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്.
അപ്പോൾ ഈ ഒരു വർക്കിംഗ് ഒരു മാസം ശരിയായിട്ട് വണ്ടി ഓടുന്ന ആളാണെങ്കിൽ നല്ലൊരു സംഖ്യ പെട്രോളിന് നിങ്ങൾ നഷ്ടപ്പെടും, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡ്രം ബ്രേക്കിൽ വരുന്നത്, ഡിസ്ക് ബ്രേക്കുള്ള ഡ്രം ബ്രേക്ക് വരുന്ന സ്റ്റാൻഡേർഡ് വണ്ടിയിൽ അതിൻ്റെ ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് ജാം ആകുന്നൊരു വിഷയമുണ്ട്. നിങ്ങളത് വളരെ നിസ്സാരമായിട്ട് കാണും. പിടിച്ച് വിട്ട് കഴിഞ്ഞാൽ രണ്ടാമത് ബ്രേക്ക് റിലീസാവും. ആ ഒരു സമയങ്ങളിലും എന്തായാലും ആ ബ്രേക്കിൻ്റെ ജാമിങ് ഒഴിവാക്കുക. അത് വണ്ടി നല്ല രീതിയിൽ നമ്മൾ ക്യാഷ് കാലിയാക്കുന്ന വിഷയമാണ്, മൈലേജ് കുറയും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി സ്വാഭാവികമായിട്ട് മൈലേജിൽ ഓടാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.